പറ്റില്ല. എനിക്ക് വയ്യ. ഞാൻ 3-4 വർഷമായി ഇവിടുന്ന് പോയിട്ട് പെൻഷൻ പറ്റി. എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. ഇനി എവിടെ ചത്തിടന്നാലും എന്നെ വിളിക്കും. ചെങ്കച്ചുള്ള വാമന വന്നേട്, ചെങ്കച്ചുള്ള വാമന വന്നേട് ഞാൻ എടുക്കും. ഞാൻ തീട്ടോ മൂത്ര ഭാര്യ കുടുംബത്തിലുള്ള പട്ടിണി പരിതാപം കഴിഞ്ഞ വീട്ടിൽ നിന്ന് കണ്ടതാണ്. നിലവിളികളോടെയാണ് പലരും കയറിയ ആളാണ്. നല്ലതാണ്. അമ്മയുടെ പേരെന്താ? പാർക്കുട്ടി. അന്നോട് പാർക്കുട്ടി എന്നാണ് പേര്. എല്ലാ സ്ഥലത്തും എൻ്റെ ഭർത്താവിൻ്റെ പേര് ദേവദാസാണ്. അയാൾ മരിച്ച് പാർട്ടിയിൽ അങ്ങേറ്റമുള്ള ആളാണ്. പാടാനും കൊട്ടാനും തെയ്യം കളിക്കും. അയ്യോ എനിക്ക് വയ്യേ. നിലവിളികളോടെയാണ് പലരും അന്തിമോപചാരം അർപ്പിക്കാനായി ദർബാർ ഹാളിലേക്ക് വരുന്നത്. എല്ലാവർക്കും പറയാൻ ഓരോ ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട്. VS എന്ന രണ്ടക്ഷരം മടങ്ങിപ്പോകുമ്പോൾ ചേർത്ത് വയ്ക്കുന്നത് ഒരുപാട് ഓർമ്മകളും നിലപാടുകളും സമരമുഖരിതമായ അന്തരീക്ഷങ്ങളും ഒക്കെ ചേർന്നുള്ള ഓർമ്മകളാണ്. ദർബാർ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴ പുന്നപ്രയിലേക്ക് കൊണ്ടുപോകുന്നത് ഭൗതികദേഹം. തുടർന്ന് അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. CK അഭിലാൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ പറയൂ, ജനസാഗരമാണ് ദർബാർ ഹാളിനും സെക്രട്ടേറിയറ്റിനും പുറത്തുള്ളതെന്നറിയാം. സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് ഇടതുവശത്തുള്ള കിഴക്കേ കവാടം വഴി കടന്നു വരുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് സംസാരിച്ചവർക്ക് കൂട്ടത്തിൽ കാസർഗോഡ് നിന്നുള്ള ആളുകൾ വരെയുണ്ട്. എത്തുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. രാത്രി ഇറങ്ങി പുറപ്പെട്ടാണോ? അതെ. VS ഓട്ടോ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട്. പഠിപ്പൊന്നുമില്ല അവർക്ക്. എൻ്റെ മക്കളെല്ലാം ഇതന്നെ. ഞങ്ങളെ കാസർഗോഡ് ഭാഷയല്ലേ, മനസ്സിലാവില്ല. തന്നെ വന്നോ? വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരൊക്കെയുണ്ട്? എല്ലാ കാര്യങ്ങൾക്കും അറിയിച്ചാൽ വന്ന് സഹകരിക്കുന്ന ഒരാളായിരുന്നു. സെക്രട്ടേറിയറ്റിൽ വരും, ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് വളരെ പരിശ്രമമുണ്ട്. എവിടുന്നാ വരുന്നമ്മ? ഞാൻ ഇവിടെ അടുത്തുനിന്ന് വഴുതക്കാടി. കമ്മ്യൂണിസ്റ്റിന്റെ കമ്മ്യൂണിസ്റ്റ് ആളാണ് ഞാനും. കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങൾക്കും അറിയിച്ചാൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തും. നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു? നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ജീവനോട് നമ്മൾ കണ്ടിട്ടുണ്ട്.